ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കേരള കൃഷി വകുപ്പും ചേർന്ന് നടത്തുന്ന വിത്തുത്സവം കാണാനാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്ന പരമ്പരാഗതമായ വിത്തുകളെല്ലാം തന്നെ ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കർഷകൻ്റെയും വിളവുകളും എല്ലാം നമുക്കിവിടെ സ്റ്റാളുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനുള്ള അവസരവും നമുക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് വാങ്ങിക്കാനുള്ള അവസരവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് വിത്തുത്സവത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയിൽ കാണണം. നമ്മുടെ പഴയകാല പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന പല വിത്തുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗജേന്ദ്ര ചേന. നല്ല വലിയൊരു ചേനയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ ഉദയപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണിത് കൃഷി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു കാച്ചിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഇപ്പോഴത്തെ കപ്പ, അങ്ങനെ പലതരത്തിലുള്ള വിളവുകളെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോഴൊക്കെ തന്നെ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പലവ്യഞ്ജനപ്പെട്ടി, അതുപോലെ തന്നെ മരവി, ഇങ്ങനെ പല കാർഷിക ഉപകരണങ്ങളും, പിന്നെ പണ്ടുകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, വട്ടി, ഇടങ്ങഴി, അതുപോലെ തന്നെ നമ്മുടെ മരമണി, പിന്നെ പെരുമ്പറ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പെരുമ്പറ, ചട്ടകം, അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, അന്ന് ഇന്നത്തെ പുതിയ കർഷകർക്കും അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറകൾക്കും കാണാത്ത പല സാധനങ്ങളും നമ്മുടെ ഈ വിത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രദർശനത്തിന് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു എന്നത് നമ്മുടെ ഈ ഒരു പുതിയ തലമുറയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം നമ്മൾ ഇതേപോലുള്ള അവസരങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമ്മൾ കാണുക, ഇതേപോലുള്ള പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഇവിടെ സദസ്സിൽ നമ്മുടെ സിനിമാ നടൻ അനൂപ് ചന്ദ്രനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വലിയൊരു കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ സമകാലീന വിഷയങ്ങളൊക്കെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഒത്തിരി ഫുഡ് സ്റ്റാളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു. കുറേ വിത്തുകളും നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയധികം വിത്തുകളുണ്ടെന്ന് നമ്മൾ ഈ ഒരു ഇതിൽ പങ്കെടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈ ഒരു ഭാഗത്തായിട്ട് ഔഷധ ചെടികളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രഹ്മിയുണ്ട്, അതുപോലെ തന്നെ ഞൊട്ടാഞ്ഞൊടിയനുണ്ട്, ശതാവേരി, പിന്നെ ആരോറൂട്ട്, അങ്ങനെ പല ഔഷധ ചെടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അതെല്ലാം നമുക്കിന്ന് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സദസ്സിലെ പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അവിടെ വിത്തുകളൊക്കെ നമുക്ക് സെയിലിന് വെച്ചിരിക്കുന്നതും പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതും ഒക്കെ കാണാനാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു വളരെ വിലക്കുറവിൽ തന്നെ നമ്മുടെ പരമ്പരാഗത വിത്തുകളൊക്കെ നമുക്ക് കാണാനും വാങ്ങിക്കാനൊക്കെ സാധിക്കും. നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയതോടെ ഈൽഡ് കുറഞ്ഞ നമ്മുടെ തനതായ വിത്തുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ വിത്തുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രദർശനത്തിന് കൂടുതലും കാണാനായിട്ട് സാധിച്ചത്. ഓരോ സ്ഥലത്തെയും ഓരോ ടൈപ്പ് വിത്തുകളെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. നെല്ലുകൾ തന്നെ ഇത്രയധികം ഉണ്ടെന്ന് ഞാൻ ഈ ഒരു വിത്തുത്സവത്തിൽ പങ്കെടുത്തപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അതായത് കവളക്കണ്ണൻ, രക്തശാലി, മുണ്ടകൻ, ചെട്ടിവിരിപ്പ് തുടങ്ങി 650 പരം നെൽവിത്തുകളാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഇത്രയധികം വിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ എന്ന് തോന്നിപ്പോവും. ഈ വിത്തുകളുടെ ഒപ്പം തന്നെ ഇവിടെ ഒരു തുണിക്കടയുടെ ഒരു സ്റ്റോള്, അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം അവിടെ വാങ്ങിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ കപ്പ, ചേമ്പ്, ചേന,
അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് വിത്തുകളെല്ലാം വാങ്ങിച്ചു. ഇവിടെ സ്റ്റോളുകളിലെല്ലാം തന്നെ നല്ല തിരക്കായിരുന്നു. കാരണം എല്ലാം നല്ല വിത്തുകളാണ് ഇവർ വെച്ചിരുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ ചില സ്റ്റാളിലൊക്കെ വിത്തുകൾ തീർന്നായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് വിത്തുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു. നമ്മൾ കൂടുതലും പച്ചക്കറികളാണ് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സൂര്യകാന്തിയും പിന്നെ അതുപോലെ തന്നെ ഡാലിയ അങ്ങനെ കുറച്ച് വിത്തുകളും കൂടി നമ്മൾ കുറച്ച് പൂക്കളുടെ വിത്തുകളും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി പി പ്രസാദ്, അതുപോലെ തന്നെ രാജീവ് ആലുങ്കൽ, പിന്നെ നമ്മുടെ അനൂപ് ചന്ദ്രൻ, ഇങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ഈ വേദി അലങ്കരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സംസാരങ്ങളൊക്കെ കേട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മൾ വല്ലപ്പോഴും ഇതേപോലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക. പിന്നെ അതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ സെറ്റ് ചെയ്ത ഒരു കുഞ്ഞു വീടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്കിവിടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഋതുവും കൂടി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് സുനിൽ ചേട്ടനെ കണ്ടത്. ഇത് സുനിൽ ഫാർമർ യൂട്യൂബറാണ് ചേട്ടൻ. അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ്റെ വീഡിയോസിലൊക്കെ ഉള്ളത്. ഞങ്ങളവിടെ ഇന്നപ്പോൾ ഋതുവിനെ കണ്ട് കുറച്ച് ചേച്ചിമാർ സംസാരിക്കാനായിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിലേക്കാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിമാർ നമുക്ക് അപ്പോൾ തന്നെ ഫോണെടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തു. കുറച്ച് നേരമാണെങ്കിലും ആ ചേച്ചിമാരോട് സംസാരിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ്. അപ്പോൾ ചേച്ചിമാർ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.